السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. مجالسنا مدارس. നമ്മുടെ സദസ്സുകൾ നമ്മുടെ പാഠശാലയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബയുടെ വിഷയം. മനുഷ്യരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട വിഷയമാണ്, അറിയപ്പെട്ട ആപ്തവാക്യമാണ് മജാലിസുന മദാരിസു എന്നത്. പലപ്പോഴും നാം വൈകുന്നേര സമയങ്ങളിലും മറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മളും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും പലപ്പോഴും അയൽവാസികളും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഇരിക്കുന്ന സദസ്സുകൾ. അതിൽ വലിയവരും ചെറിയവരും ഒക്കെ സംബന്ധിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സദസ്സുകളിൽ വെച്ച് നാം മനസ്സിലാക്കിയെടുക്കുന്നു. പരസ്പരം സംസാരത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെയും വലിയ മഹത്വം നമ്മളതിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള സദസ്സുകളിൽ ഒരുമിച്ച് കൂടുക എന്നത് അതൊരവസരവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങളൊരു സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നല്ല സ്വഭാവം കൊണ്ട് ആ സദസ്സിനെ നിങ്ങൾ ധന്യമാക്കണം. സദസ്സിലേക്ക് വരുമ്പോൾ ആ സദസ്സിൻ്റെ അദബുകളും മര്യാദകളും നിങ്ങൾ പാലിക്കണം. ആ മജ്ലിസിലേക്ക് വരുന്ന എല്ലാവരെയും നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുകയും അവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. നിങ്ങളെ അതിഥികളെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ നിങ്ങൾ ഗൗനിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അവരുടെ അതിഥികളെ അവർ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന്. നിങ്ങളൊരു മജ്ലിസിൽ സംബന്ധിച്ചു കഴിഞ്ഞാൽ ആ മജ്ലിസിലുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഡിവൈസിലേക്ക് തല താഴ്ത്തിയിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ ആകാൻ പാടില്ല. കാരണം നിങ്ങളൊരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണുമായി ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളത് അതൊരിക്കലും മാന്യതയിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു നല്ല മോതിരം ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ മോതിരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശഗലനി ഹാദാ അൻകും, എൻ്റെ ഈ മോതിരം നിങ്ങളിലേക്ക് ഞാൻ മുഴുവനായി ശ്രദ്ധിക്കുന്നതിനെ തൊട്ട് എനിക്ക് തടസ്സമാകുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ മോതിരത്തിലേക്ക് നോക്കുന്നു, പിന്നെ ഞാൻ നിങ്ങളിലേക്ക് സദസ്സിലേക്ക് ശ്രദ്ധിക്കുന്നു. അങ്ങനെ സുമ്മ അൽഖാഹു വ അഖ്ബല അലാ ജുലസഇഹി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോതിരം അത് ഊരി മാറ്റുകയും സദസ്സിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. അപ്പോൾ ഈ മാതൃക നമ്മൾ ഉൾക്കൊള്ളണം. ഒരു സദസ്സിൽ, ഒരു മജ്ലിസിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ സദസ്സിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊരു ഭാഗത്തേക്ക് നമ്മളെ ഫോണുമായിട്ടോ മറ്റോ മാറി നിൽക്കുന്നത് ശരിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ മജ്ലിസിലും സംബന്ധിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ മജ്ലിസിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ആ മജ്ലിസിലുള്ള രഹസ്യങ്ങൾ ഒരിക്കലും നമ്മൾ പുറത്തു പോയിട്ട് പറയാൻ പാടില്ല. കാരണം മജ്ലിസ് എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്. അതുപോലെ നിങ്ങൾ ആ സദസ്സിലേക്ക് വന്ന ആരുടെയെങ്കിലും ചിത്രം എടുക്കാനോ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാനോ നിൽക്കരുത്. കാരണം അത് അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കലാകുന്നു. അതുപോലെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം,
നിങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകൾ, ഗീബത്തുകൾ ഇത് പറയാനുള്ള ഒരു അവസരമായി നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മറ്റൊരാളുടെ ഗീബത്ത്, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മരണപ്പെട്ട ശരീരത്തിൽ നിന്ന് മാംസം നിങ്ങൾ ഭക്ഷിക്കാൻ ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല എന്നതുപോലെ നിങ്ങൾ ഒരിക്കലും അവരുടെ കുറ്റങ്ങൾ, കുറവുകൾ നിങ്ങൾ പറയാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സദസ്സുകളിൽ നാം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ രാജ്യത്ത് ഇമാറാത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു വിഷയമാണ് ഇത്തരം മജ്ലിസുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും അങ്ങനെയാണ്. അതുകൊണ്ട് മജ്ലിസുകളിലേക്ക് സംബന്ധിക്കുമ്പോൾ ആ മജ്ലിസുകൾ നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ നമ്മൾ സംബന്ധിപ്പിക്കുകയും ഈ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും എല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ വലിയവരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചിട്ടും അതിഥികളെ സൽക്കരിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ ഈ രാജ്യത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി. ഏതെങ്കിലും ഒരു വിഭാഗം അള്ളാഹു ഒരുമിച്ച് കൂടി എന്നിട്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നില്ല എങ്കിൽ, വലം യുസല്ലു അലാ നബീഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നില്ല എങ്കിൽ, ഇല്ലാ കാന അലൈഹിം തിറഹ്, ആ സദസ്സ് അവർക്കൊരു നഷ്ടവും ഖേദവുമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിനെ അല്പം ദിക്ർ ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. അതുപോലെ ഒരു സദസ്സ് പിരിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ആ ദിക്ർ നിങ്ങൾ സദസ്സ് പിരിയുമ്പോൾ ചൊല്ലുകയും ചെയ്താൽ കഫാറത്തുൻ മാ യകൂനു ഫിൽ മജ്ലിസ്, ആ മജ്ലിസിൽ ആ സദസ്സിൽ എന്തെങ്കിലും അനാവശ്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കത് പ്രായശ്ചിത്തമാറുകയായി തീരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം നല്ല മജ്ലിസുകൾ നമ്മൾ സംബന്ധിക്കുകയും അതിലൂടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഈ രാജ്യത്ത് അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാ നന്മകളും ധാരാളം ചെയ്യുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.